ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ സ്ഥലം മനസ്സിലായോ? അപ്പോൾ നമ്മൾ കൽപ്പാത്തി രഥോത്സവം കാണാനായി എത്തിയിട്ടുണ്ട്. നമുക്ക് ഓരോ കാഴ്ചകളും നടന്ന് കണ്ടു നോക്കാം. കാശിയിൽ പാതി കൽപ്പാത്തി എന്നാണ് ചൊല്ല്. പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തി ഗ്രാമത്തിൽ എല്ലാ വർഷവും നടക്കുന്ന പ്രസിദ്ധമായൊരു ഉത്സവമാണ് കൽപ്പാത്തി രഥോത്സവം. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ കാശി വിശ്വനാഥ പ്രഭുവും അഥവാ നമ്മുടെ പരമശിവനും ഭഗവാന്റെ പത്നിയും സാക്ഷാൽ ആദിപരാശക്തിയുമായ വിശാലാക്ഷി അഥവാ ശ്രീ പാർവതിയുമാണ്. മഹാലക്ഷ്മിയുടെയും മഹാവിഷ്ണുവിൻ്റെയും ക്ഷേത്രമായ ശ്രീ ലക്ഷ്മിനാരായണ പെരുമാൾ ക്ഷേത്രവും മന്തക്കര മഹാഗണപതി ക്ഷേത്രവും ചാത്തപ്പുറം ഗണപതി ക്ഷേത്രങ്ങളും രഥോത്സവത്തിൽ പങ്കെടുക്കാറുണ്ട്. ഭാരതപ്പുഴയുടെ കൈവഴിയായ കൽപ്പാത്തിപ്പുഴയുടെ തീരത്താണ് ക്ഷേത്രം. മലയാള മാസം തുലാം 28, 29, 30 ദിവസങ്ങളിലാണ് രഥോത്സവം നടക്കുക. അതായത് 2025 നവംബർ 14, 15, 16. രഥോത്സവത്തിന്റെ ആദ്യ ദിവസമായിരുന്നു ഞങ്ങൾ ചെന്നത്, അതായത് നവംബർ 14. രഥം വലിക്കാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും അവിടെ നടന്നു കഴിഞ്ഞിരുന്നു. ഞങ്ങൾ കാലത്ത് 7:30 അവിടെ എത്തിയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. 3 അമ്പലങ്ങളിലും സുഖമായി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഈ ഉറുമ്പ് അങ്ങനത്തെ എല്ലാറ്റിനുള്ള ഭക്ഷണമാണ്. ഇതൊന്നും അകത്ത് വരില്ല ഇത് ചെയ്യുമ്പോൾ. അതാണ് അതിൻ്റെ ഇല്ല. നമ്മുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് 3 അമ്പലത്തിൽ പോയി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ ടേസ്റ്റ് ഓഫ് കൽപ്പാത്തിയിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ആദ്യം തന്നെ ടേസ്റ്റ് ഓഫ് കൽപ്പാത്തിയിൽ നിന്ന് 3 ഫിൽറ്റർ കോഫി പറഞ്ഞു. അത് കഴിഞ്ഞ് അമ്പു പറഞ്ഞത് കിച്ചടിയായിരുന്നു. ഞാനും മാമനും പിന്നെ പരീക്ഷണത്തിനെന്നില്ല മസാല ദോശ കഴിച്ച് വീണ്ടും ഞങ്ങൾ കാഴ്ചകൾ കാണാൻ പുറത്തിറങ്ങി. സത്യം പറഞ്ഞാൽ ഇത് കണ്ടാൽ നമുക്ക് കേരളത്തിലാണെന്ന് തോന്നുകയില്ല. ഒരു തമിഴ് ടച്ച്. തമിഴ് ബ്രാഹ്മണരുടെ ഒരുപാട് പഴഞ്ചൻ വീടുകളടങ്ങിയ ഒരു ഗ്രാമം. അവിടെ എല്ലാ മുറ്റത്തിലും കോലം വരച്ചിരിക്കുന്നു. കോലം വരയ്ക്കുന്നതിൻ്റെ വിശേഷമാണ് നമ്മൾ നേരത്തെ കേട്ടത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും ആകർഷകമായ ഉത്സവങ്ങളിലൊന്നാണ് കൽപ്പാത്തി രഥോത്സവം. 10 ദിവസമായി നടക്കുന്ന ഉത്സവത്തിൻ്റെ അവസാന 3 ദിവസം ഭഗവത് പ്രതിഷ്ഠയോടുകൂടി അലങ്കരിച്ച ദേവരഥം തെരുവുകളിലൂടെ ക്ഷേത്രങ്ങളിലേക്ക് വലിക്കാനായി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു. കൂട്ടത്തിൽ നമ്മുടെ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെയും പരിചയപ്പെട്ടു. 10 മണിയായപ്പോഴേക്കുമുള്ള തിരക്കാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതായത് രഥം വലിക്കാനുള്ള സമയമായി എന്നൊരു സൂചന എല്ലാവർക്കും ലഭിച്ചു. ആ സൂചന കിട്ടിയ പാടെ തിരക്ക് കൂടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് ദേവപ്രതിഷ്ഠയോടുകൂടിയ ആ രഥം വലിക്കാനുള്ള സമയമായിരിക്കുന്നു. എല്ലാവരുടെയും കണ്ണുകൾ, എല്ലാ ക്യാമറ കണ്ണുകളും ആ 3 ദേവരഥങ്ങളിലേക്ക് മാത്രമായി ചുരുങ്ങി. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട കാഴ്ച തന്നെയാണ് ഇത്. ഒരിക്കലും കാണാത്തവർ എന്തായാലും പോയി ഒന്ന് കാണണം. രഥം തള്ളി നീക്കാൻ അങ്ങനെ നമ്മുടെ ഗജവീരനെത്തി. തൻ്റെ കൊമ്പുകൊണ്ട് രഥത്തിലൊരു തള്ള്. ആ രഥം നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഭക്തിസാന്ദ്രമായ ആ അന്തരീക്ഷം നമ്മളൊന്ന് അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. ഇത്തരം കാഴ്ചകൾ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ നഷ്ടപ്പെടുത്താൻ പാടില്ല. നേരിട്ട് തന്നെ കണ്ടനുഭവിച്ചറിയണം. ഈ ഭക്തിയും ആചാരങ്ങളുമൊക്കെ വെറുമൊരു കാട്ടിക്കൂട്ടലല്ല, ഒരു അത്ഭുതം കൂടിയാണ് എന്ന് ഇത്തരം കാഴ്ചകളിലൂടെ നമുക്ക് മനസ്സിലാവും. തേര് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളുടെ ഉന്തും തള്ളുമൊക്കെ കുറഞ്ഞ് എല്ലാവരും പർച്ചേസിങ്ങിലേക്ക് കടക്കും. പഴമയെ ഓർമ്മിപ്പിക്കുന്നതാണ് ഓരോ സ്റ്റാളുകളും. നമ്മുടെ കുട്ടിക്കാലത്ത് കളിച്ചുകൊണ്ടിരുന്ന കളിപ്പാട്ടങ്ങളും വീട്ടിലുപയോഗിച്ചിരുന്ന പഴയ തരം ഉപകരണങ്ങളുമൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഭരണിയും ചിരട്ടയുടെ സ്പൂണുകളൊക്കെ വാങ്ങി വരുമ്പോൾ ഞങ്ങൾ ആ വഴിയോരത്ത് കണ്ടത് ഒരുപാട് ബക്കറ്റിലിരിക്കുന്ന അച്ചാറുകളായിരുന്നു. എല്ലാം ഹോം മെയ്ഡ് അച്ചാറുകളാണെന്ന് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഏതായാലും ഞങ്ങളെല്ലാവരും നല്ല സന്തോഷത്തിലാണ്. ആദ്യമായിട്ടാണ് കൽപ്പാത്തി രഥോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ഈ മുളയുടെ പുട്ടുകുറ്റി കണ്ടപ്പോൾ വാങ്ങിയില്ലെങ്കിലും വെറുതെ ഒന്ന് നോക്കിപ്പോയി. കൽപ്പാത്തി രഥോത്സവത്തിന്റെ 3 തേര എഴുന്നള്ളത്തുകൾ കണ്ടു. അതിഗംഭീരമായ ഒരു കാഴ്ച തന്നെയാണ്. ഒരിക്കലും മിസ് ചെയ്യരുത്. നാളെയും മറ്റന്നാളുമായിട്ട് നവംബർ 15 അതേപോലെ 16 സമാപനമാണ്. നിങ്ങൾ നിർബന്ധമായിട്ടും വരണം നമ്മുടെ കൽപ്പാത്തിയിലേക്ക്. കറക്റ്റ് എന്ന് പറയുന്നത് പേരിപ്പോൾ 10 മണിക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ 3 രഥങ്ങളാണ്. ശിവന്റെ രഥം, ഗണപതിയുടെ രഥം, മുരുകന്റെ രഥം പകുതി വരെ എത്തിയിട്ടുണ്ട്. ഇനി വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ രഥം തിരിച്ചില്ല, അങ്ങോട്ട് പോകും. പിന്നെ ആന സപ്പോർട്ട്, ഞാൻ വലിയ തരത്തിൽ മാത്രം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ 4 ഗ്രാമങ്ങളിലെ അമ്പലങ്ങളാണ് രഥം ഈ രഥപ്രമേയത്തിൽ ഫസ്റ്റ് പോയി ഗണപതി, പിന്നെ മുരുകൻ, പിന്നെ അവസാനം ശിവൻ. ഇതിനും കൂടി ഒരു കണ്ടുമുട്ടലാണ്. അവസാനം 5 രഥം നമ്മൾ കണ്ടുമുട്ടും. 16 ഞായറാഴ്ച വൈകി. അത് ദേവരഥ സംഘം.
എന്തായാലും കാണണം. സ്ഥലം മലപ്പുറം. ഫസ്റ്റ് ടൈം അല്ലേ? എന്തായാലും കാണാം. ഓക്കെ.